ഞാൻ ഫാദർ റോബിൻ ഡാനിയലാണ്. ഈ നാമകരണ പരിപാടിയുടെ വൈസ് പോസ്റ്റ്ലേറ്ററാണ്. എല്ലാ ജനതകൾക്കും അറിയാവുന്ന എല്ലാ ജനതകൾക്കും വല്യച്ഛനായിരുന്ന തിയോഫിനച്ചൻ 2005 ദൈവദാസനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അതിനുശേഷം വാറ്റിക്കൻ്റെ എല്ലാ പഠനങ്ങൾക്കും ശേഷം ഈ ഫെബ്രുവരി 21 ദൈവദാസൻ തിയോഫിനച്ചനെ ആഗോള സഭ ധന്യനായി പ്രഖ്യാപിച്ചു. അതിൻ്റെ ഭാരതത്തിലെ ആഘോഷം നാളെ, അതായത് ഏപ്രിൽ 26 രാവിലെ 10 മണിക്ക് അച്ഛൻ്റെ സമാധി നിലകൊള്ളുന്നതായിട്ടുള്ള ഈ പൊന്നുരുന്നി കപ്പുച്ചിൻ ആശ്രമത്തിൽ വെച്ച് നടക്കുകയാണ്. രാവിലെ 10 മണിക്കാണ് കോഴിക്കോട് അതിരൂപതയുടെ മെത്രാപ്പോലീത്ത വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ നേതൃത്വത്തിലാണ് വിശുദ്ധ കർമ്മങ്ങൾ ഇവിടെ നടക്കുന്നത്. കേരളത്തിലെ മറ്റു പല രൂപതകളിൽ നിന്നുള്ള ബിഷപ്പുമാരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കേരളത്തിലെ എമ്പാടുമുള്ള വൈദികരുടെയും സന്യസ്തരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കും. ഭാരതത്തിലെമ്പാടുമുള്ള കപ്പുച്ചിൻ സഭയുടെ വ്യത്യസ്ത പ്രോവിൻസുകളിൽ നിന്നുള്ള സന്യാസികളും ഇവിടെ സന്നിഹിതരായിരിക്കും. അങ്ങനെയാണ് നാളത്തെ കർമ്മങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനുവേണ്ടി 2 ഗ്രൗണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒന്ന് ഈ ആശ്രമത്തിൻ്റെ മുൻപിലുള്ള ഈ വലിയൊരു ഗ്രൗണ്ട്, രണ്ടാമതായിട്ട് അപ്പുറത്ത് സെൻറ് റീത്താസ് സ്കൂളിൻ്റേതായിട്ടുള്ളൊരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. അതും മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് 2000-ഓളം കസേര അവിടെ ഇട്ടിട്ടുണ്ട്. വരുന്നവർക്കുള്ള ഭക്ഷണം തൊട്ടടുത്ത് തന്നെ സെൻറ് റീത്താസ് സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഭക്ഷണം തയ്യാറാക്കുകയാണ്. ആവശ്യം പോലെ ആളുകൾക്ക് അവിടെ ചെന്ന് ധന്യനായ തിയോഫിനച്ചൻ്റെ ആ ഒരു നേർച്ച സദ്യ എന്നുള്ള വിധത്തിൽ അത് ഭക്ഷിക്കാവുന്നതാണ്. എല്ലാവരെയും ഏറ്റവും സ്നേഹാദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. ധന്യനായ തിയോഫിനച്ചൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഏവർക്കും സംലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ നിൽക്കുന്നത് ധന്യനായ തിയോഫിനച്ചൻ്റെ സമാധിയുടെ മുൻപിലാണ്. തിയോഫിനച്ചനെ ധന്യനായിട്ട് പരിശുദ്ധ പിതാവ് ലിയോ മാർപ്പാപ്പ 2026 ഫെബ്രുവരി മാസം 21 പ്രഖ്യാപിക്കുകയുണ്ടായി. ഫ്രാൻസിസ്കൻ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഇരട്ടി ആയിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ഈ വർഷം ഫ്രാൻസിസിൻ്റെ വർഷമായിട്ട് പരിശുദ്ധ പിതാവ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ പ്രഖ്യാപനത്തോടൊപ്പം തന്നെ അതേ ആത്മീയ ചൈതന്യത്തിൽ ജീവിച്ച് വിരോചിതമായിട്ട് പുണ്യജീവിതം നയിച്ച് അങ്ങനെ ധന്യനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട തിയോഫിനച്ചൻ്റെ ആ ഒരു ഉയർച്ച, ഞങ്ങൾക്ക് ആ വിശുദ്ധിയുടെ ഉയർച്ച എല്ലാ ഫ്രാൻസിസ്കൻ സഹോദരങ്ങൾക്കും വളരെ ധന്യമായ ഒരു നിമിഷമാണത്. ഇതിൽ എല്ലാ ഫ്രാൻസിസ്കൻ സന്യാസികൾക്കും, പ്രത്യേകിച്ചും തിയോഫിനച്ചനോടൊപ്പമുള്ള ഞങ്ങളുടെ സെൻറ്റ് ഫ്രാൻസിസ് അസീസി പ്രോവിൻസിൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും, അതോടൊപ്പം മറ്റ് ഇന്ത്യയിലെ പ്രോവിൻസിലെ കപ്പുച്ചൻ സഹോദരങ്ങൾക്കുമെല്ലാം ഒരു കൂട്ടായ്മയുടെയും ഒരു ഉത്സവത്തിൻ്റെയും അനുഭവമാണ്. അങ്ങനെയാണ് നാളെ ധന്യനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട തിയോഫിനച്ചൻ്റെ ആഘോഷം ഇവിടെ നടത്തുന്നത്. ഇതിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒരു വ്യക്തി കത്തോലിക്കാ സഭയിൽ ധന്യനായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോഴേക്കും അത് ക്രിസ്തീയ പുണ്യങ്ങൾ വീരോചിതമായിട്ട് ജീവിച്ചു സ്വർഗപ്രാപ്തി നേടി എന്നതിൻ്റെ ഉറപ്പാണത്. തിയോഫിനച്ചൻ ഇവിടെ പൊന്നുരുന്നിയിൽ ജീവിച്ച് ആത്മസമർപ്പണത്തോടുകൂടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന പുണ്യങ്ങളിലൂടെ വീരോചിതമായിട്ട് വേദനിക്കുന്ന മനുഷ്യന് ആശ്വാസമായിട്ട് പുഞ്ചിരിയുടെ ദീപശിഖ ഉയർത്തിയ മനുഷ്യനായിട്ട് ജീവിച്ച് ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ അദ്ദേഹം ജീവിച്ച പുണ്യജീവിതത്തിൻ്റെ ഓർമ്മയും അനുഭവങ്ങളും ഉണ്ടായ മനുഷ്യർ ഇന്നും തിയോഫിനച്ചൻ ഈ സ്ഥലത്ത് ഇന്നും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുകയും അതിൽ സാക്ഷ്യപ്പെടുത്തിയാണ് ഒത്തിരിയേറെ രോഗശാന്തിയും
ആത്മീയ അനുഭവങ്ങളുമൊക്കെ പ്രാപിക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ ഇന്നും തിയോഫിലച്ചൻ ആ വിശുദ്ധി അനുഭവിക്കുന്ന ഒരു പുണ്യ ഇടമായിട്ട് പൊന്നുരുന്നി മാറിയിട്ടുണ്ട്. ഈ പൊന്നുരുന്നിയുടെ ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ധന്യനായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും പൊന്നുരുന്നിയും അതിനുള്ള പരിസരത്തുള്ള പല ദേശത്തുള്ള ജനങ്ങൾ ഇവിടെ വന്ന് ഈ പുണ്യപുരുഷൻ്റെ നേർച്ചയിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അനുഭവിച്ച് രോഗശാന്തിയും ആത്മീയമായ അനുഭവങ്ങളും ഒക്കെ അനുഭവിച്ച് മുന്നോട്ട് പോവുകയാണ്. നാളത്തെ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്.